അറവുമാടുകളെ വിൽക്കുന്ന പോലെ പണം ഒരുപാടുള്ളവന് വീണ്ടും സ്ത്രീധനം എന്ന പേരിൽ പാരിതോഷികം കൊടുത്ത് സ്ത്രീധനം കൊടുത്ത് പെണ്ണുങ്ങളെ അപ്പനമ്മമാർ കൊല്ലാൻ വെക്കുക തന്നെയാണ്. ഒരു വാട്സപ്പിലെങ്കിലും നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കാണും, അമ്മേ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്ന മുടന്തൻ ന്യായമാണ്, മകളെ കുടുംബമാണ്, അവിടെ കുടുംബമാകുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, അവിടെ നിൽക്കണം. നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ്, സ്ത്രീധനം പീഡനം മൂലം യുവതി ആത്മഹത്യ ചെയ്തു, ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസാണ്. ഞാനതിലേക്ക് വരുന്നൊരു കാര്യം, എൻ്റെ പേര് സന്ദീപ്, ഞാൻ താമസിക്കുന്നത് ഇടുക്കിയിലാണ്. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് പെണ്ണ് കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തെ ഫാൾട്ട് എന്ന് പറയുന്നത്, എനിക്ക് സർക്കാർ ജോലിയില്ല, പൈസയില്ല, അല്ലെങ്കിൽ പണക്കാരനല്ല എന്നൊരു ഇതാണ്. ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, പെണ്ണുങ്ങൾക്കാണെങ്കിൽ സർക്കാർ ജീവനക്കാരനെ മതി, കാശുള്ളവനെ മതി. പക്ഷേ ഞാനൊരു കാര്യം എനിക്ക് ഉറച്ച മനസ്സോടെ എനിക്ക് പറയാം, എനിക്കുള്ളത് ഒരമ്മയാണ്, അമ്മ മാത്രമേ എനിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു കളയടിക്കുന്ന എന്ന് വെച്ചാൽ കാട് വെട്ടിക്കൊടുക്കുന്ന ഒരാളാണ്. അതിൽ എനിക്കൊരു മണിക്കൂറിന് 400 രൂപ കൂലിയുണ്ട്. എൻ്റെ കൂലി, അല്ലെങ്കിൽ ഞാനൊരു മണിക്കൂർ അവിടെ ചെന്ന് കളയടിച്ച് കൊടുക്കണമെങ്കിൽ അത്രയാണ്. അതുപോലെ തന്നെ വേറെ എന്ത് കൂലിപ്പണിക്ക് ഞാൻ പോകും. കൂലിപ്പണിക്ക് എന്താ, അത് വിറക് വെട്ടാനാണെങ്കിലും ശരി, ഏലത്തിൻ്റെ പണിക്കാണെങ്കിലും ശരി, മണ്ണിൻ്റെ പണിക്കാണെങ്കിലും എന്ത് പണിക്ക് ഞാൻ പോകും. അപ്പം ഞാൻ ശരാശരി കണക്ക് കൂട്ടുന്നത്, എനിക്ക് ഒരു ദിവസം എനിക്ക് ഒരു സർക്കാർ ജീവനക്കാരനേക്കാളും കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇപ്പം ഞാൻ പെണ്ണന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പാവങ്ങളായി നിൽക്കുന്നവർക്ക്, എനിക്ക് തന്നെയല്ല എന്നെപ്പോലുള്ള കുറേ ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ്, പെണ്ണില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അറവുമാടുകളെ വിൽക്കുന്ന പോലെ പണം ഒരുപാടുള്ളവന് വീണ്ടും സ്ത്രീധനം എന്ന പേരിൽ പാരിതോഷികം കൊടുത്ത് സ്ത്രീധനം കൊടുത്ത് പെണ്ണുങ്ങളെ അപ്പനമ്മമാർ കൊല്ലാൻ വെക്കുക തന്നെയാണ്. എന്നിട്ട് ന്യൂസ് വരുമ്പം ഗാർഹിക പീഡനത്തിൽ കൊന്നു, അല്ലെങ്കിൽ മകൾ തൂങ്ങി മരിച്ചു, മകളെ ഇന്ന പോലെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അച്ഛനും അമ്മമാരും പരാതി കൊടുക്കുകയാണ്. അപ്പം അമ്മ കൊണ്ട് പരാതി കൊടുക്കും, അവൾ ഗാർഹിക പീഡനം മൂലം മകൾ മരിച്ചു, അതിന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, ആ പെൺകൊച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മകള് ഒരു വാട്സപ്പിലെങ്കിലും നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കാണും, അമ്മേ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച ഒരു തവണയെങ്കിലും ഈ മരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് ചിന്തിക്കുന്നതിന് മുമ്പ് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരു നിമിഷമെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ പറഞ്ഞ മുടന്തൻ ന്യായം എന്താണ്? നിങ്ങൾ പറയുന്ന മുടന്തൻ ന്യായമാണ്, മകളെ കുടുംബമാണ്, അവിടെ കുടുംബമാകുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, അവിടെ നിൽക്കണം, മോളുടെ ഭാവിയാണ്. എന്ത് ഭാവിയാണ് നിങ്ങൾ നോക്കിയിട്ടാണ് അതിനെയൊക്കെ മരണത്തിലോട്ട് തള്ളിവിടുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നേരത്തെ തൊട്ടേ പീഡനമാണ്, ഭർത്താവിൻ്റെ ഗ്രഹത്തിൽ പീഡനമാണ്, അല്ലെ അമ്മായിയമ്മ വഴക്കാണെന്നൊക്കെ നിങ്ങളെപ്പോലുള്ള അച്ഛനമ്മമാരെ നേരത്തെ മകൾ വിളിച്ചു പറഞ്ഞിട്ടും ലാസ്റ്റ് മരിച്ചു കഴിയുമ്പോൾ ഗാർഹിക പീഡനത്തിനുണ്ട് കേസ് കൊടുക്കുന്നത്. എവിടുത്തെ ന്യായമാണ്? മകളെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് പിന്നെ കിടന്ന് കുറ്റബോധത്തോടെ മൂങ്ങിയിട്ട് കാര്യമില്ല, അല്ലെ കരഞ്ഞിട്ട് കാര്യമില്ല. ഓരോ പെൺമക്കളുള്ള അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ട കാര്യം എന്നാണെന്നറിയോ? ഒന്നുമില്ലാത്തവന്, അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ഒരു കൂലിപ്പണിക്കാരന് ധൈര്യമായിട്ട് മകളെ കെട്ടിച്ചു കൊടുക്കാം. കാരണം അവൻ നോക്കും, അവന് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാം. വലിയ പണക്കാരൻ അയച്ചു കഴിഞ്ഞാൽ ആ പണത്തിൻ്റെ പ്രൗഢി കഴിയുമ്പോൾ ഉണ്ടല്ലോ, മകള് പേപ്പർ പോലെയാണ്, ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയും, അല്ലെങ്കിൽ ഒഴിവാക്കും. നമ്മുടെ മുന്നിൽ ഒരുപാട് കേസുകളില്ലേ, വിസ്മയ കേസ്, ഉത്ര കേസ്, അങ്ങനെ ഒരുപാട് കേസുകളില്ലേ. തിരുവനന്തപുരത്ത് വിസ്മയ അല്ലേ തൂങ്ങി മരിച്ച നിലയിൽ ബാത്റൂമിൽ കണ്ടത്. ലാസ്റ്റ് ഒരു ഉദ്യോഗസ്ഥനാണ്, ആ ഉദ്യോഗസ്ഥൻ കൊന്നതാണെന്ന് തെളിഞ്ഞിട്ടും എന്തെങ്കിലും അതിൽ ചെയ്യാൻ പറ്റിയോ? അതിൻ്റെ ഒരു കൊച്ചുണ്ടല്ലോ, ജീവിക്കണമെന്നുള്ള ആഗ്രഹം അവസാന നിമിഷം വരെ അതിനും ഉണ്ടായിരുന്നായിരിക്കാം. അതിനൊന്നും തന്നെയല്ല, ഇന്ന് വരെ മരിച്ച എല്ലാ പെൺകൊച്ചുങ്ങൾക്കും ജീവിക്കണമെന്നുള്ള ആഗ്രഹം, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് അവർ ഗ്രഹത്തിൽ കയറി ചെല്ലുന്നത്. അവിടെ അച്ഛനും അമ്മനും വിളിക്കുമ്പോൾ പറയുന്ന മുടന്തൻ ന്യായമാണ്, മോളെ കുടുംബമാണ് കേട്ടോ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പറഞ്ഞ് ഒരു നിവൃത്തിയില്ലാതെ, കാരണം സ്വന്തം വീട്ടിൽ നിൽക്കുക, അങ്ങോട്ട് ഇങ്ങനെ ഞാൻ കയറി ചെല്ലും, അച്ഛനും ഇങ്ങനെയാണല്ലോ പറയുന്നതെന്നോർത്ത് മനസ്താവും വന്നു കഴിയുമ്പോഴാണ് ഓരോ പെൺകൊച്ചുങ്ങളും ആത്മഹത്യക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്നത്. അവരൊക്കെ മരണത്തിന് അവസാനം അഭയം നേടുമ്പോൾ ഈ അച്ഛനും അമ്മയും എല്ലാം വെറും കോമാളികളെ പോലെ വന്നിരുന്നു, എൻ്റെ മോളെ അത് ചെയ്തല്ലോ, അല്ലെ മോള് പോയല്ലോ, അതിലെല്ലാം കാരണം ഭർത്ത വീട്ടുകാരനാണെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ മകളെ നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക, എൻ്റെ മോളാ നീ എന്ന് പറയണം.
ആ ചങ്കൂറ്റം പോലും ഇല്ലാതെ ലാസ്റ്റ് മാധ്യമത്തിൽ വരുമ്പോൾ ന്യൂസിന് വേണ്ടി കുറേ റിപ്പോർട്ടർ അങ്ങോട്ട് കയറി വരുമ്പം എൻ്റെ മോളെ അവൻ നേരത്തെ തല്ലുമായിരുന്നു, എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തരുമായിരുന്നു എന്നൊക്കെ മുടന്ത ന്യായങ്ങളല്ല പറയേണ്ടത്. സാധാരണക്കാരന് കെട്ടിച്ചു കൊടുക്കൂ. ഉദാഹരണം, ഞാൻ വേറെ ആരെയും വ്യക്തി കൊടുക്കുന്നില്ല, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കൂലിപ്പണിക്കാരൻ തന്നെയാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്കുള്ള അതേ അവയവങ്ങളും അതേ വികാരങ്ങളും അതേ വേദനകളും ഉള്ളൂ ഏതൊരു പെങ്കൊച്ചിനും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ കെട്ടുന്നെങ്കിൽ അതെനിക്ക് പോറ്റാനും എനിക്ക് നോക്കാനും ഉറപ്പുള്ള ഒരാളെ ആയിരിക്കും. അതിൽ പണമോ സൗന്ദര്യമോ അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ പലയിടത്തും അങ്ങനെ പോയി പെണ്ണ് കണ്ടു, അല്ലെങ്കിൽ മാട്രിമോണി എന്ന് പറഞ്ഞാൽ വലിയ ചതിയാണ്. നമ്മളൊരു 900 രൂപ 1000 രൂപ 1200 രൂപ അയച്ചു കൊടുത്ത മാട്രിമോണിയിൽ നമ്മൾ വിശ്വസിച്ച് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എനിക്കുണ്ടായ ഒരു വലിയ അനുഭവമുണ്ട്. എനിക്കുണ്ടായ 1 2 അല്ല 2 3 അനുഭവമുണ്ട്. കാരണം അതുപോലെ തന്നെയാണ് ഇപ്പം ബ്രോക്കർമാർ. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന അവരുടെ ചിന്ത വേറെ രീതിയാണ്. അവരുടെ ക്യാരക്ടർ ഓക്കെയാണ്. കാരണം അവർ നിൽക്കുന്ന വീട്ടിൽ ഓക്കെ ആണോ എന്ന് അവർക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. മാതാപിതാക്കൾ അങ്ങോട്ട് പോയിട്ട് ഒരു ചെറുക്കനെ കണ്ടു, മോളെ അവൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ അവൻ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ അവൻ സർക്കാർ ജോലിയാണ്, അവൻ KSRTC ഡ്രൈവറാണ്, അല്ലെങ്കിൽ കണ്ടക്ടറാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ കൊച്ചിൻ്റെ മനസ്സിലുള്ള അഭിപ്രായം എന്താണെന്ന് പോലും പലരും ചിന്തിക്കുന്നില്ല. പലരും ചിന്തിക്കാതെ അങ്ങോട്ട് മോളെ സമ്മതം ചോദിക്കുമ്പോൾ സമ്മതം എന്ന് പറഞ്ഞ് അവർ സത്യം പറഞ്ഞാൽ വലിയാടാകുകയാണ് പെണ്ണുങ്ങൾ. അവരുടെ പോലും മനസ്സെന്താണെന്നറിയാതെ ഓരോ അച്ഛനമ്മമാരും ചേർത്ത് വെക്കുന്ന അവർ നോക്കൂ എന്നുള്ള വിശ്വാസത്തിൽ. എന്നിട്ട് പിന്നെ ഗാർഹിക പീഡനം എന്നും പറഞ്ഞ് വേറെ ഒരു പരാതിയിലല്ലല്ലോ തീരേണ്ടത്. അങ്ങനെയാണോ നിങ്ങൾ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം? ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഇച്ചിരി നോക്കുന്ന ഒരാൾക്കോ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നിങ്ങൾ ചെന്ന് വർത്തമാനം പറഞ്ഞതിന് ശേഷമല്ല, അല്ലെ അയൽവക്കംകാരോട് അന്വേഷിച്ചിട്ടും അല്ല ചെയ്യേണ്ടത്. നിങ്ങളായി വിലയിരുത്തുക. അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് ആണുങ്ങളോട് പറയാനുള്ളത്, ഒരു പെണ്ണ് വീട്ടിൽ വന്ന് കയറുമ്പോൾ അവൾ വേറൊരു വീട്ടിൽ നിന്ന് വന്ന് കയറുന്ന ആളാണ്. സ്വന്തം അമ്മ ചിലപ്പോൾ ഒരു പഴഞ്ചൻ ആളായിരിക്കാം. എൻ്റെ ഉദാഹരണം തന്നെ, എൻ്റെ അമ്മ ഒരു പഴഞ്ചൻ ആളാണ്. അപ്പം ഞാൻ കല്യാണം കഴിക്കാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് അത്ര കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഇല്ല. എന്നാലും എൻ്റെ മാത്രം കുറേ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ പലയിടത്തുനിന്നും കണ്ട ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ വെച്ച് ഞാനിത് പറയുന്നത്. അപ്പം വേറൊരു വീട്ടിൽ നിന്ന് വന്ന് കയറുന്ന പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചിന് താമസം കൊടുക്കണം. എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് മനസ്സിലാക്കി വരാൻ, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ്, നമ്മുടെ അമ്മ എങ്ങനെയാണ്, നമ്മുടെ സാഹചര്യം എങ്ങനെയാണ്, അതിനോട് പൊരുത്തപ്പെടാൻ എങ്ങനെ പോയാലും കല്യാണം കഴിച്ച് വരുമ്പോൾ ഒരു 6 മാസമോ. ഈ 6 മാസം നമ്മുടെ സാഹചര്യം പൊരുത്തപ്പെടാൻ ആ പെങ്കൊച്ച് പൊരുത്തപ്പെടണമെങ്കിൽ അതിനെ ആദ്യം ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഇത് ഇന്നത്, അല്ലെങ്കിൽ ഇന്നടത്താണ് നീ വന്നത്, ഇന്നതാണ് അമ്മ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും. കാരണം വേറൊരു ചുറ്റുപാടിൽ നിന്നും വളർന്ന ഒരാളെ ഒരു ദിവസം കൊണ്ട് പറിച്ചു നടുകയാണ്, അല്ലാതെ ഘട്ടം ഘട്ടമായിട്ടല്ല, ഒരു ദിവസം കൊണ്ട് പറിച്ചു നടുകയാണ്. അവരെന്തെങ്കിലും ആവശ്യപ്പെടണമെങ്കിൽ കെട്ടിടങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് ചേട്ടാ എന്നല്ല ചോദിക്കണ്ടേ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാം എന്ന് പറയണം. അതാണ് മര്യാദ. അത് ആദ്യം തന്നെ പറയണ്ട. അല്ലാതെ ചേട്ടാ അത് എനിക്ക് മേടിക്കണമെന്നുണ്ട് അങ്ങനല്ല. പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ട് എന്ത് കാര്യവും തുറന്ന് കെട്ടിയവനോട് ചോദിക്കാൻ, അല്ലെങ്കിൽ ഭർത്താവിനോട് ചോദിക്കാനുള്ള അവകാശമുള്ളവർ തന്നെയാണ്. കാരണം ഈ പുറകെ വാലാട്ടി നടക്കുന്നവരല്ല കെട്ടിയോളൂ, അല്ലെങ്കിൽ പുറകെ ഞാൻ ഫ്രണ്ടിൽ പോരാ നീ പുറകെ വരാൻ പറയുന്നതല്ല, ഒപ്പം നടക്കണം. കാരണം ശിവനും പാർവതിയാണ് അതിനൊരു ഉദാഹരണം. ബാക്കി എല്ലാ ദൈവങ്ങളും വാക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. കന്നിക്കാരില്ലാത്തപ്പം അയ്യപ്പൻ പറഞ്ഞു മാളികപ്പുറം നിന്നെ ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ വാക്ക് കൊടുത്ത കുറേ ദൈവങ്ങളേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത് ശിവനും പാർവതിയും തന്നെയാണ്. ശിവൻ്റെ പാതിയായി കണ്ട പത്നി പാർവതി. അങ്ങനെയാണ്. അങ്ങനെ തന്നെ വേണം ഓരോ കെട്ടി വരുന്ന പെൺകൊച്ചുങ്ങൾക്കും കണ്ണീര് എന്താണെന്ന് മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവെങ്കിലും കെട്ടിയവന്മാർക്ക് കാണും. അല്ലാതെ 2 പിള്ളേരായി കഴിയുമ്പം നീ ബോഡി അപ്പുറത്ത് മാറ്, അല്ല നിന്നെ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുത്തതിന് ശേഷം, അല്ലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആവശ്യമില്ലാത്തൊരു കരിവേപ്പില പോലെ വലിച്ചെറിയുമ്പോൾ അതല്ല. സ്ത്രീധനമായി നിങ്ങൾ മേടിച്ചതെല്ലാം വിറ്റ് തുലച്ച് അവസാന നിമിഷം ആ പെങ്കൊച്ചിന് അങ്ങോട്ടും പോക്കടോ ഇല്ല, സ്വന്തം വീട്ടുകാരും കയറ്റിയല്ല, ഇവിടെയും കയറ്റിയ എന്നുള്ള അവസ്ഥ വരുമ്പോൾ ആ പെങ്കൊച്ചിന് പിന്നെ ആത്മഹത്യ അഭയം പ്രാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം കെട്ടിയവൻ പറയുക ഞാൻ നിനക്ക് കൂട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വാക്ക് കൊടുത്താൽ ആത്മഹത്യകൾ കുറയുക തന്നെ ചെയ്യും. പിന്നെ അപ്പനമ്മമാരെ ശ്രദ്ധിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് മകളെ കെട്ടിച്ചു വിട്ട് ശല്യം അങ്ങ് ഒഴിവാക്കുകയല്ല. ഇടയ്ക്കിടയ്ക്ക് അച്ഛനമ്മമാർ അവിടെ പോകണം. അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് മകളുടെ സുഖവിവരങ്ങൾ അറിയണം. ഏതൊരു അച്ഛനമ്മമാർക്കും മക്കളുടെ അവർ നൊന്ത് പ്രസവിച്ച് നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഏതൊരു അച്ഛനമ്മമാർക്കും മുഖം കാണുമ്പോൾ അറിയാം മോക്ക് എന്തെങ്കിലും വാട്ടം ഉണ്ടെങ്കിൽ. അത് മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലാതെ മരിച്ചെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിനെ അടക്കി കഴിയുമ്പോൾ എൻ്റെ മകൾ അവിടെ തൂങ്ങി മരിച്ചെങ്കിൽ ഗാർഹിക പീഡനമാണ്. നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ്? നിങ്ങൾക്ക് നേരത്തെ അതിനെ വിളിച്ചുകൊണ്ട് വന്നാൽ അത് രക്ഷപ്പെടുകയില്ലായിരുന്നോ? എല്ലാ മാതാപിതാക്കളോടും എൻ്റെ ചോദ്യം.
ഞാൻ ഈ ന്യൂസിലൊക്കെ കാണുന്ന 24 അല്ലെങ്കിൽ റിപ്പോർട്ടറൊക്കെ മൈക്കുമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ മകളെ അവിടെ തല്ലുമായിരുന്നു, എൻ്റെ മകളെ അവിടെ കൊല്ലുമായിരുന്നു. ഇതൊക്കെ അറിയാഞ്ഞിട്ട് പോലും പിന്നെ നിങ്ങൾ മരിച്ചു കഴിയുമ്പോഴാണ് ഒരു ഗാർഹിക പീഡനത്തിന് പരാതി കൊടുക്കുന്നത്, അല്ലെ ഭർത്താവിൻ്റെ ക്രൂര പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ഓരോ കാര്യം പറയുന്നത്. അവൾ അങ്ങനെയാണ്, അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അല്ലെ അവൾ അത് ചെയ്യുക, അവൾ അല്ലെങ്കിൽ അത് ചെയ്യുകയില്ല എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങളല്ല പറയണ്ടേ. ഒരു ചെറിയ പോറലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിഗ്നൽ കിട്ടുന്ന സമയത്ത്, അല്ലെ മകളുടെ ഒരു ഒച്ച മാറി ഒരു വോയിസ് വന്നാൽ അപ്പനമ്മമാർ തിരിച്ചറിയണം, എൻ്റെ മകൾ അവിടെ അപകടത്തിലാണ്, അവളെ കൂട്ടിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ ഒരുപാട് വിസ്മയമാർ ഇനിയും ഉണ്ടാവും. അല്ലെങ്കിൽ ഉത്രാ കൊലക്കേസ്, പാമ്പിനെ കൊത്തിച്ചാണ് ആ മിണ്ടാപ്രാണിയെ കൊന്നു കളഞ്ഞത് നിസ്സഹായത്തോടെ. അതിൻ്റെ ലക്ഷങ്ങൾ മേടിച്ചതിന് ശേഷം ന്യൂസുകാർക്ക് ഒരു റീഡിങ്ങിന് വേണ്ടി ഒരു ന്യൂസായി. ഇപ്പോൾ ആ ന്യൂസ് എവിടെ? ഉത്തരവാദ ന്യൂസ് കോടികൾ കൊടുത്തിട്ടാണ് കൊല്ലുന്നത്. കോടികൾ കൊടുത്തിട്ട് കോടികൾ അങ്ങോട്ട് മേടിച്ചു, വണ്ടി മേടിച്ചു, ഇത് മേടിച്ചു, എല്ലാം ന്യൂസ് വന്നായിരുന്നു. പിന്നെ അതിൻ്റെ പറ്റി ഒരു വിവരമില്ല. അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കരുത്. സ്ത്രീധനം മേടിക്കുന്നതും വാങ്ങുന്നതും തെറ്റ് തന്നെയാണ്. ഞാൻ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം. കാരണം സ്ത്രീ ഉള്ളത് കൊണ്ടാണ് വരും തലമുറകൾ ഉണ്ടാകുന്നതും അവളൊരമ്മയാകുന്നതും നമ്മൾ ആണുങ്ങൾ അച്ഛനാകുന്നതും. അത് ചിന്തിക്കണം. എന്നെ കാണുന്ന എല്ലാ ആൾക്കാരും ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഒരു സ്ത്രീ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ കല്യാണം കഴിക്കുന്നത് കൊണ്ടാണ്. ആ സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ രണ്ട് ശരീരമായിരിക്കാം, പക്ഷെ നമ്മൾ തമ്മിൽ ആ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിക്കുമ്പോഴാണ് അച്ഛൻ എന്നൊരു പട്ടം ആണിനും അമ്മ എന്നൊരു പട്ടം ആ പെണ്ണിനും കിട്ടുന്നത്. അതാദ്യം ചിന്തിക്കുക. കാരണം രണ്ടുപേരുടെ ശിവനും പാർവതിയും ലയിച്ച പോലെ രണ്ടുപേരുടെ ചേർന്നാണ് ഒരു കൊച്ചു പിറക്കുന്നത്. ആ കൊച്ചിനെല്ലാം ഒരു മര്യാദ കൊടുക്കുക. അല്ലെങ്കിൽ അവനും സമൂഹത്തിൽ അവന് അവകാശമുണ്ട്. ജനിച്ചു വീഴുന്ന ഒരു കൊച്ചിന് അവകാശമുള്ളൊരു കാര്യമാണ് അമ്മ ആജീവനാന്ത കാലം അവൻ്റെ കൂടെ ഉണ്ടാകുക എന്നത്, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിൻ്റെ കൂടെ ഉണ്ടാകുക എന്നത്. അല്ലാതെ കൊന്നു കളയുമെന്ന് ഉറപ്പുണ്ടായിട്ട് ലാസ്റ്റ് മാധ്യമ സുഹൃത്തുക്കൾ വന്ന് മൈക്ക് പിടിച്ച് കഴിയുമ്പോൾ എൻ്റെ മോൾ അവിടെ പീഡനത്തിലായിരുന്നു, അങ്ങനെ ചെയ്യുകയില്ല, അവനത് ചെയ്തെന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്കൊക്കെ ലജ്ജയില്ലേ? ഈ മരിച്ചുപോയ പെണ്ണുങ്ങളുടെ അച്ഛനമ്മമാരോടാണ് ഞാൻ ചോദിക്കുന്നത്, ലജ്ജയില്ലേ? ഇതറിയാഞ്ഞിട്ടും നിങ്ങൾ മരണത്തിലേക്ക് തള്ളിവിടുകയല്ലേ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മക്കളെ ചെയ്തത്. ഓരോ മക്കളുടെയും പൾസ് മനസ്സിലാക്കണം. പണക്കാർക്ക് കെട്ടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ സേഫ് ആകണമെന്നില്ല. പണം കുറയുമ്പം അവന് ദേഷ്യം കൂടും. പണം കുറയും തോറും ദേഷ്യം കൂടും. കാരണം എൻ്റെ പണം മൊത്തം ഇവളാണല്ലോ ഇല്ലെന്നാക്കുന്നതെന്ന്. സാധാരണക്കാരന് കൊടുത്തു നോക്ക്. അവൻ പൊന്നുപോലെ നോക്കും നിങ്ങളുടെ മകളെ. അവൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും, മാറ്റി നിർത്തില്ല. അവൻ ചിലപ്പം വിദ്യാഭ്യാസം കുറവുള്ളവനായിരിക്കാം, അല്ലെങ്കിൽ അവന് സംസാരിക്കാൻ അറിയത്തില്ലാത്തവനായിരിക്കാം. പക്ഷേ പാവപ്പെട്ട ഒരുത്തിനെ കെട്ടിച്ചു കൊടുത്താൽ രാജകുമാരിയെ പോലെ അവൻ നോക്കും. ഉദാഹരണം എന്ന് പറയാനുള്ളത്, ഇന്നാണ് എല്ലാവരും പണക്കാരായത്. ഒന്നുമില്ലാത്ത സമയം കല്യാണം കഴിച്ച പഴമക്കാരെ ഓർത്താൽ മതി. അവർക്ക് 10-12 മക്കളുണ്ടെങ്കിലും ഇന്നും ആ വല്യപ്പനും വല്യമ്മയൊക്കെ വീട്ടിലുണ്ടാവും. കാരണം എന്താണെന്നറിയോ? രണ്ടുപേരെ തുല്യരായി കണ്ടതുകൊണ്ടും രണ്ടുപേരും ഒരുമിച്ച് പാടത്തും പറമ്പത്തും പണി എടുത്തതുകൊണ്ടുമാണ് ഇന്ന് നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളായി മാറി വലിയ പദവിയിലെത്തി പണവും സ്വർണവും ഒക്കെ ഉണ്ടായത്. അതിനു മുമ്പ് ഇവിടെ ജീവിതങ്ങളുണ്ടായിരുന്നു. അപ്പം ജാതിയോ മതമോ അല്ല നോക്കണ്ടേ, പണമോ അല്ല. ഇതൊന്നും ഇല്ലാത്തവന് കെട്ടിച്ചു കൊടുത്താലും സന്തോഷത്തോടെ സമാധാനത്തിന് ജീവിക്കും, കൊല്ലുമില്ല. കാരണം എന്നാണെന്നറിയും, പാവങ്ങളെ വയറ് മുറുക്കി കൊടുക്കുന്നവനറിയാം ഓരോ ജീവൻ്റെ വില. അവൻ ആ ജീവിതത്തെ പൊന്നുപോലെ നോക്കും. അങ്ങനെയുള്ള ഉദാഹരണങ്ങളുമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓരോ മാതാപിതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ ഒരു അറവുമാടിനെ പോലെ കയറ്റി വിടരുത്. ഇനിയെങ്കിലും ശരിക്കും ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം പണമുണ്ട് എന്നും പറഞ്ഞ് പണച്ചാക്ക് പോലെ ഒരു മകളെയും കെട്ടിച്ചയക്കരുത്. അവരുടെ അഭിപ്രായം കൂടി നിങ്ങൾ മാനിക്കുക, അവർക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കുക. അതിനുശേഷം മാത്രം കെട്ടിച്ചു വിട്ടാൽ ആ വീട്ടിൽ സമാധാനമുണ്ടോ, സന്തോഷത്തോടെയാണോ മകൾ ജീവിക്കുന്നതെന്ന് 6 മാസം കൂടുമ്പോൾ ഒന്നെങ്കിലും പോയി അന്വേഷിക്കുക, അതിനുള്ള മനസ്സ് കാണിക്കുക. അല്ലാതെ കുറേ ചാനലുകൾ റീച്ച് കൂട്ടാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന സ്വന്തം മകളുടെ അടുത്ത് വന്നിട്ട് സഹതാപ കണ്ണീർ തരംഗത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സഹതാപം ഉണ്ടാക്കി അവരും കണ്ണീരിൽ അണിയുന്ന സമയത്ത് നിങ്ങൾ അതിലൊരു ഇരയായി മാറാതിരിക്കുക. എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നിങ്ങൾ ഉറപ്പോടെ ഓരോ മാതാപിതാക്കളും പറയുമ്പോൾ, ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്ക് പോയെന്ന് അന്വേഷിക്കാതെ? മരിച്ച് ഭസ്മമായി ചാരമായി തീരുന്ന അവളെ നോക്കി അവസാനമായി നിങ്ങൾക്ക് പറയാനോ, മോളെ നിങ്ങൾക്ക് എനിക്ക് നീതി മേടിച്ച് തരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാനോ? അതല്ല ഒരപ്പനും അമ്മയും പറയേണ്ടത്. നൊന്തു പ്രസവിച്ച അമ്മയ്ക്ക് വേദന നല്ലപോലെ അറിയാം.
കാരണം അത് അമ്മയാണ്. ഇടയ്ക്ക് പോയി തിരക്കണം, അല്ലെങ്കിൽ ആ മകളുടെ മനസ്സൊന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ എൻ്റെ മോള് വിളിച്ചായിരുന്നു അവസാനമായിട്ട്, അവൻ എന്നെ തല്ലി, അവൻ മോളെ തല്ലി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ മൈക്ക് വരുമ്പം ആ മൈക്കിക്കടെ അങ്ങനെ പറഞ്ഞ് സഹതാപം വീണ്ടും കൂട്ടിയിട്ട് കാര്യമില്ല. ആ ഒരു പെങ്കൊച്ചിനെ ആ കെട്ടിക്കൊടുത്തവനെ അടിച്ചുവെങ്കിൽ ആ കെട്ടിക്കൊടുത്തവനെ മകളുടെ തന്തയ്ക്ക് ചെന്ന് അടിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഓരോ തന്തമാരും പറയണം, കയറി ചെന്ന് കെട്ടിച്ചു വിട്ട വീട്ടിൽ കയറി ചെന്ന് മകളുടെ മേത്തൊരു പോറൽ വീണിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ സ്വരം മാറിയെങ്കിൽ പറയണം, നിങ്ങൾക്ക് അവൾ ബാധ്യതയായിരിക്കും, പക്ഷെ അവൾ എൻ്റെ മോളാടാന്ന്, നീ പോടാ പുല്ലേന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അല്ലാതെ ലാസ്റ്റ് എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല എന്നൊരു വാക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ആ വാക്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇനിയെങ്കിലും സാധാരണക്കാരനും പെണ്ണ് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും. പണക്കാരനെ നോക്കാതെ അവൻ പൊന്നുപോലെ നോക്കും. അതെൻ്റെ തന്നെ വാക്കല്ല, അല്ലെങ്കിൽ എനിക്ക് പെണ്ണ് ഞാൻ പോയി കണ്ടുകൊണ്ടോ കിട്ടാത്ത കൊണ്ടോ ഉള്ള ഇതല്ല. ഒരുപാട് ന്യൂസുകൾ പേപ്പറിൽ വായിച്ചു കഴിയുമ്പോൾ മനസ്സുകൾ മരവിക്കുന്നു. അതുകൊണ്ടാണ് അവകാശപ്പെട്ടവന് കിട്ടാത്തതിനെ ഓർത്ത് ഒന്നും സങ്കടപ്പെടാറില്ല. ഞാൻ ഇങ്ങനെ തന്നെ കടന്നു പോകും, അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ സമയവും കടന്നു പോകും, ഇതിനേക്കാൾ മൂഞ്ചിയ സമയം തേടി വരും. ഇനി നിങ്ങളുടെ കമൻ്റായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇനി ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വിസ്മയ, ഉത്ര എന്നിങ്ങനെ ഉള്ള പേരുകൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. അതിന് കൈകോർക്കുക. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അന്വേഷിക്കുക, ശരിക്കും അന്വേഷിച്ചതിന് ശേഷം മാത്രം. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഉദാഹരണം പറയുവാൻ നമ്മുടെ കൂടെ ഒരു വ്യക്തിയുണ്ട് എന്ന് വെച്ചാൽ, ഉദാഹരണം പറയാൻ നമ്മുടെ കൂടെ ഒരു കോട്ടയം സ്വദേശിയുണ്ട്. ഞാനതിലേക്ക് വരുന്നില്ല, അത് ഞാൻ പിന്നീട് പറയാവുന്നതാണ്. ഈ ഒരു അവസരത്തിൽ ഒന്ന് മാത്രം പറയുന്നു, പെണ്ണുങ്ങൾക്കുമുണ്ട് സംസാരിക്കാൻ അവകാശം, പെണ്ണുങ്ങൾക്കുമുണ്ട് ചോദിച്ച് മുന്നോട്ട് നിൽക്കാൻ. കാരണം ആണുങ്ങൾക്ക് തല്ലിയാൽ, അല്ലെങ്കിൽ ആണുങ്ങളുടെ കവളത്തടിച്ചാൽ നോകുമെങ്കിൽ പെണ്ണുങ്ങൾക്കും നോക്കും. അവർക്കുമുള്ളത് ശരീരം തന്നെയാണ്. അല്ലാതെ മാംസപിണ്ഡമായി കാണുന്ന പുരുഷന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ പണം കൊയ്യുന്ന പണച്ചരക്ക് പണച്ചാക്കായി കാണുന്ന ആൾക്ക് സ്ത്രീധനം കൊടുത്ത് വിലയ്ക്ക് ഒരു മകളെയും വിൽക്കരുത്. സ്ത്രീധനം കൊടുത്തൊരു വീട്ടിലോട്ട് നിങ്ങൾ കയറ്റി അയക്കുമ്പോൾ, അല്ലെങ്കിൽ കയറ്റി വിടുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മകളെ നിങ്ങൾ വില പറഞ്ഞ് വിൽക്കുകയാണ്. സ്ത്രീധനം വാങ്ങി എന്തിനാണ് വിൽക്കുന്നത്? ഒരു പെണ്ണ് കെട്ടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു പുരുഷൻ, അവന് നോക്കാൻ ചങ്കൂറ്റമുള്ളവൻ്റെ അടുത്ത് കെട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പണച്ചരക്കുകളെ പോലെ സ്വന്തം മകളെ വേറൊരു വീട്ടിലോട്ട് കയറ്റി വിടരുത്. സ്ത്രീധനം എന്നാൽ അത് ആപത്ത് തന്നെയാണ് ഈ നാടിന്. സ്ത്രീധനം ഒഴിവാക്കൂ, സ്നേഹിക്കുന്നവർക്ക് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കൂ. ഓരോ പെണ്ണുങ്ങളുടെ മനസ്സിലാക്കി ഓരോ അച്ഛനമ്മമാരും ഇനിയും കരയാതിരിക്കുവാൻ, അല്ലെങ്കിൽ ഓരോ അച്ഛനമ്മമാർക്കും മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ ഇനിയും ശപഥം ചെയ്യണം, ഞാൻ കൊടുക്കില്ല എൻ്റെ പെണ്ണിന് സ്ത്രീധനം. കാരണം അവളെ ഇഷ്ടപ്പെടുന്ന, അവളെ നോക്കുന്ന ഒരാൾ മതി എൻ്റെ മോൾക്ക്. അങ്ങനെ തീരുമാനിച്ചാൽ ഓരോ സാധാരണക്കാരനും ഓരോ പാവപ്പെട്ടവനും ഒരു പെണ്ണ് വെച്ച് കിട്ടും. അത് ചിന്തിക്കേണ്ടത് പണമുള്ള മാതാപിതാക്കൾ തന്നെയാണ്. അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഓടുന്ന പുരുഷന്മാർക്ക് കൊടുക്കാതിരിക്കുക. ഞാൻ പറയുന്നത് ആരെങ്കിലും ഉൾക്കൊണ്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കാർ ഉൾക്കൊണ്ടാൽ, ഞാൻ സംസാരിച്ചത് എനിക്ക് വേണ്ടിയല്ല, ഓരോ സ്ത്രീകൾക്കും വേണ്ടിയും ആണ് ഞാൻ സംസാരിച്ചത്. സ്ത്രീധനം ഒഴിവാക്കൂ, സ്ത്രീകളെ ചേർത്ത് പിടിക്കൂ. സ്ത്രീകൾക്കും ജീവനുണ്ട്, സ്ത്രീകൾക്കും വേദനയുണ്ട്. സുരക്ഷിതമായി സ്ത്രീകളുടെ അവകാശമാണ്. ഓരോ ഭർത്താവിൻ്റെ വീട്ടിലും, അല്ലെങ്കിൽ ഓരോ കെട്ടിയവൻ്റെ വീട്ടിലും അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. കരയേണ്ടവളല്ല സ്ത്രീ, സമൂഹത്തിൽ അറിയപ്പെടേണ്ടവൾ തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീധനം വേണ്ട, ജീവൻ മതി.